നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്ട്രക്ചേഴ്സ് ആണ്. ഓക്കെ, നമ്മൾ ഇതുവരെ വേരിയബിൾസിൽ നമ്മളൊരു ഇപ്പം നമുക്ക് ഏതെങ്കിലും ഒരു കളക്ഷൻ ഓഫ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇൻറ്റ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ആ പർട്ടിക്കുലർ വേരിയബിളിൻ്റെ ഉള്ളിൽ ഇൻറ്റീജർ ടൈപ്പ് വാല്യൂസ് മാത്രമേ സ്റ്റോർ ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലേ. പിന്നെ ക്യാർ എ എന്ന് പറഞ്ഞാൽ ഈ A1 എന്ന് പറയുന്ന പർട്ടിക്കുലർ വേരിയബിളിൻ്റെ ഉള്ളിൽ ക്യാരക്ടേഴ്സ്, അതായത് ആൽഫബറ്റ്സ് സ്റ്റോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി അറേയുടെ കേസ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാലോ, അതായത് ഇൻറ്റ് എ എന്നിട്ടിട്ട് 10. സോ ഇതെന്ന് പറയുന്നത് കളക്ഷൻ ഓഫ് ഇൻറ്റീജർ നമ്പേഴ്സേ നമുക്കിവിടെ സ്റ്റോർ ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലേ. അതുപോലെ ക്യാരക്ടേഴ്സിൻ്റെ അറേ ആണെങ്കിൽ കളക്ഷൻ ഓഫ് ക്യാരക്ടേഴ്സ് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, അതിനകത്ത് സ്റ്റോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഫോർ എക്സാമ്പിൾ ഈ അറേയ്ക്ക് ഉള്ളിൽ ഇൻറ്റീജറും ക്യാരക്ടറും കൂടെ ഒരുമിച്ച് എനിക്ക് ഒരിക്കലും അവിടെ എന്ത് ചെയ്യാൻ പറ്റില്ല, സ്റ്റോർ ചെയ്യാൻ പറ്റില്ല അല്ലേ. കോമ്പിനേഷൻ ഓഫ് ഇൻറ്റീജേഴ്സ് ആൻഡ് നമ്പേഴ്സ്, അല്ലെങ്കിൽ നമ്പേഴ്സ് ആൻഡ് കോമ്പിനേഷൻ ഓഫ് നമ്പേഴ്സ് ആൻഡ് ഫ്ലോട്ടിംഗ് പോയിൻറ്റ് നമ്പേഴ്സ്, ഇങ്ങനെയുള്ള വാല്യൂസ് ഒന്നും നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. ഏതെങ്കിലും ഒരു ഡേറ്റ ടൈപ്പ് മാത്രമേ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. ഇൻറ്റീജർ ആണെങ്കിൽ ഇൻറ്റീജർ, അറേ ആണെങ്കിൽ അറേ അല്ലേ, ഫ്ലോട്ട് ആണെങ്കിൽ ഫ്ലോട്ട്, ഇങ്ങനെയുള്ള ഒരു പർട്ടിക്കുലർ ഡേറ്റ ടൈപ്പ് മാത്രമേ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ നമുക്ക് പലപ്പോഴും കളക്ഷൻ ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡേറ്റ ടൈപ്പ് സ്റ്റോർ ചെയ്യേണ്ടി വരും. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ സ്ട്രക്ചർ ഉപയോഗിക്കുന്നത്. അപ്പോൾ സ്ട്രക്ചറിൻ്റെ അകത്ത് ഇൻറ്റീജർ, ക്യാരക്ടർ, ഫ്ലോട്ട്, അങ്ങനെയുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡേറ്റ ടൈപ്സിനെ ഒരുമിച്ച് ഒരൊറ്റ കളക്ഷനായിട്ട് സിംഗിൾ ടൈപ്പായിട്ട് ഡിക്ലെയർ ചെയ്യാൻ നമുക്ക് സ്ട്രക്ചർ കൊണ്ട് പറ്റും. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് സ്ട്രക്ചറിൻ്റെ എങ്ങനെയാണ് അതിൻ്റെ സിൻറ്റാക്സ്, അത് എഴുതുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നെക്സ്റ്റ് നോക്കാം. ഓക്കെ, സോ സ്ട്രക്ചർ എഴുതണമെങ്കിൽ ആദ്യം സ്ട്രക്റ്റ് എന്ന് പറയുന്ന കീവേഡ് ഉപയോഗിക്കണം. STRUCT എല്ലാം ലോവർ കേസിലാണ്, അതൊരു കീവേഡാണ്. അതുകൊണ്ട് അതുപോലെ തന്നെ എഴുതണം. സ്ട്രക്റ്റ് എന്ന് എഴുതിയ ശേഷം പിന്നെ സ്ട്രക്ചറിൻ്റെ പേര് എഴുതാം, നമുക്കിഷ്ടമുള്ള പേര് എഴുതാം. ഡീറ്റെയിൽസ് എന്നാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. എന്നിട്ട് പിന്നെ ഓപ്പണിംഗ് ബ്രേസസ് ഓപ്പൺ ചെയ്യണം. എന്നിട്ട് എനിക്കിവിടെ ഇൻറ്റീജർ, ക്യാരക്ടർ, ഫ്ലോട്ട് എന്ന് പറയുന്ന 3 ഡേറ്റ ടൈപ്സിന് ഒരൊറ്റ സിംഗിൾ ടൈപ്പായിട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ഈ ബ്രേസസിൻ്റെ ഉള്ളിൽ ഇൻറ്റീജർ ID, ക്യാരക്ടർ നെയിം, ഫ്ലോട്ട്, സാലറി എന്ന് ഞാൻ ഡിക്ലെയർ ചെയ്തു. എന്നിട്ട് ഇത് ക്ലോസ് ചെയ്തു, സെമിക്കോളൻ. ഇതാണ് സ്ട്രക്ചർ. അപ്പോൾ എനിക്ക് ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചറിനെ ഞാനിവിടെ ക്രിയേറ്റ് ചെയ്തു. ഈ ഡീറ്റെയിൽസ് എന്ന് പറയുന്ന സ്ട്രക്ചറിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ട്, ഇൻറ്റീജേഴ്സ് ഉണ്ട്, ഫ്ലോട്ട് ഉണ്ട്, ക്യാരക്ടർ ഉണ്ട്. ദാറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ഡേറ്റ ടൈപ്സാണ്. നമുക്കിതിന്